പേടിയില്ല. സൂര്യക്ക് നല്ല പേടിയാ. സൂര്യ പേടി കാണിക്കാണ്ടിരിക്കണ. സൂര്യ താങ്ക് യു. വായോ ഗൈസ്, ഫ്ലൈറ്റ് തിരിച്ചു. നമ്മൾ പോവാണ്, പറക്കാൻ പോവാണ്. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് സേലം എയർപോർട്ടിലാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം അച്ഛനമ്മയുടെ പേരിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവർ കുറച്ച് നേരം അവിടെ പിടിച്ച് പോസ്റ്റ് ആക്കി. പിന്നെ നമ്മൾ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഓഫീസർമാർ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല, ഹിന്ദിയിലാണ് സംസാരിക്കാൻ പറ്റുക. അങ്ങനെ കുറച്ചൊക്കെ ചെറിയ വർത്താനൊക്കെ അയച്ചല്ലോ. അപ്പോൾ അത് കാരണം അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ടാവുക അറിയില്ല. ഇപ്പോൾ ഞങ്ങൾ സേലം എയർപോർട്ടിലാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണമാണ് ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ അതാ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ അച്ഛനമ്മ, ഞാൻ, ജെലിൻ, പിന്നെ ജെലിൻ്റെ അമ്മ, ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ 5 പേരിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെയും. അപ്പോൾ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം തോന്നി, എനിക്കും ആഗ്രഹം തോന്നി ഫ്ലൈറ്റിൽ പോകണമെന്ന്. ഇനി എന്തായാലും ഇതിനു മുമ്പ് പോകാനായിട്ട് പറ്റും, അല്ല ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും പോകാനും പറ്റും. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറാൻ തോന്നി. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തിട്ട് നേരെ ഫ്ലൈറ്റ് കയറി. കുറേ ഹാരി പോട്ടർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആളുടെ ഫ്ലൈറ്റിലാണ് വന്നേക്കണത്. എയർലൈൻസ് എന്നാണ് ഫ്ലൈറ്റിൻ്റെ പേര്. ഒരാൾക്ക് 2000 രൂപ അപ്പ് ആൻഡ് ഡൗൺ. അതേപോലെ ഞങ്ങൾക്ക് 3 പേർക്ക് 6000 രൂപ വന്നിട്ടുള്ളൂ. ഏറ്റവും റേറ്റ് കുറവാണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് മറ്റേതും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് റേറ്റ് കുറവിന് ഇപ്പോൾ 650 രൂപയ്ക്കൊക്കെ പോകാനായിട്ട് പറ്റും. AC ആണ്, എക്കോണമി ക്ലാസ്സാണ്. പിന്നെ അധികം ഉയരത്തിൽ പറക്കില്ല, ചെറിയ എയർപ്ലെയിനാണ്. 70 പേര് പാസഞ്ചർ ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ അധികം പേരൊന്നും ഉണ്ടാകുന്നില്ല. മാക്സിമം 10-20 പേരൊക്കെ ഇനി ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഇത്ര ഫ്ലൈറ്റ് വില കുറവാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പെട്രോൾ ക്ഷമത വളരെ കുറവാണ്. മറ്റുള്ള എയർപ്ലെയിൻ വെച്ച് നോക്കുമ്പോൾ എഞ്ചിൻ വേറെ എഞ്ചിനാണ്. അപ്പോൾ അത് കാരണം പെട്രോളിൻ്റെ ഇത് കുറവാണ്. പിന്നെ കേന്ദ്രമന്ത്രിയുടെ എന്തോ പദ്ധതിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. പിന്നെ എന്ന് പറയുമ്പോൾ ഉള്ള പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് റേറ്റ് കുറവിന് പോകണമെന്ന് പറയുന്നത്. ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന റൈഡാണ്. പിന്നെ നമുക്ക് ഈ കപ്പിൾസിനൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റൈഡാണിത്. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് പോയിട്ടില്ലെങ്കിൽ അങ്ങനെ വീട്ടുകാരനെ കൊണ്ടുപോകാനും നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് പോലത്തെ ഒരു റൈഡാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ പോവാം, പാസ്പോർട്ടൊന്നും വേണ്ടല്ലോ, ആർക്ക് വേണമെങ്കിൽ പോവാം. റേറ്റ് കുറവ്, 2000 രൂപയ്ക്ക് ഫ്ലൈറ്റ് യാത്ര വെർത്താണ്. എന്തായാലും പോവാത്തവരാണെങ്കിൽ പോയി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും, 100% യൂസ്ഫുൾ ആവും. പിന്നെ ഇതിൻ്റെ ഒക്കെ കുറേ വീഡിയോ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, കൊച്ചി ടു സേലം. അതാണ് അത് കണ്ടിട്ടാണ് ഞാനും ചെയ്യണത്. 400 പപ്സാടാ ഗൈസ്, 2050 രൂപ. സാപ്പിട് വയറ് നിറയട്ടെ. വേറെ സാധനം കൂടി പറഞ്ഞിട്ടുണ്ടാന്നല്ലോ അവിടെ, ഒരാളവിടെ പോയി നിൽക്കുന്നുണ്ട്. അതിൻ്റെ 400 പപ്സ് ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റില്ലേ? ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഇങ്ങനെ തേക്കത്. 500 ബ്രെഡ്. സീൻ 500 രൂപയ്ക്കുള്ള വലിപ്പം ഉണ്ട് കേട്ടോ. ഇതില് ക്യാപ്പിച്ചിന് വെച്ചോ. എത്ര രൂപ ചായ? 150. പോവാൻ വേണ്ടി ഇരിക്കാണ് ഗൈസ്. എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഗേറ്റ് 8, അവിടെയാണ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത്. ജെല്ലാണല്ലോ. നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് അവിടെ അതാ കിടക്കണം നമ്മുടെ ഫ്ലൈറ്റ്. യെസ്, കേറിക്കോ. പേടിയില്ല, പേടിച്ചിടക്കണല്ലേ. ഇരുന്നിരുന്നോ? ഹാപ്പി ജേണി. അച്ഛനും ബാക്കിൽ ഇരുന്നോ? നിങ്ങൾ ഇവിടെ ഇരുന്നോ? ഇതാ കാണുന്ന ഫ്ലൈറ്റില്ലേ, അത്
എന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ആ ചോപ്പ് ഇവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കിയിട്ട് നമ്മളെ നേരെ കയറ്റും. പേടിയില്ല പിന്നല്ലാണ്ട്. സൂര്യക്ക് നല്ല പേടിയാ. സൂര്യ പേടി കാണിക്കാണ്ടിരിക്കണേ. സൂര്യ അങ്ങനെയായിട്ടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എല്ലാം നന്നായിണ്ടല്ലേ? ഒരെന്താ വൈഡിലെടുക്ക്. നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ബസ്സിലാണ് ഇരിക്കണത്. എന്തിനത് എയർ ബസ് ആയോണ്ടാ? അപ്പൊ നമ്മൾ ബസ്സിലിരിക്കണ. ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവാണ്. അച്ഛനമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ ലാസ്റ്റത്തെ വീഡിയോ ഗൈസ്? നമ്മളെ ഫ്ലൈറ്റിന്റെ അടുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ചിട്ടിരിക്കുന്ന ഒരാള് ബസ്സിൽ അവിടെ കൊണ്ടാക്കും. എന്താ കാണാൻ നമ്മുടെ ഫ്ലൈറ്റ്. ഫോക്കസ് ആവുന്നല്ലോ നമ്മുടെ ഫ്ലൈറ്റ്. കാല് വിറക്കി. നിങ്ങൾ എന്തിനെ പേടിക്കണ? വലിയ സീനൊന്നുമില്ലേ? കാണ ചെറുതാ. 70 പേര് കൊള്ളു. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഇതൊക്കെ എടുക്കണു. സീൻ ജലിയേ പെട്ട വൈഡ് കിട്ടും. ഞാൻ എടുക്കാന്ന് ടെൻഷൻ അടിക്കല്ലേ? എങ്ങനെയുണ്ട് ഫ്ലൈറ്റ്? എങ്ങനെയുണ്ട്? സുരേഷ് ഇറങ്ങാൻ പോവാണ്. വായു ഉള്ളി കയറുമ്പോ അപ്പ പറയും വീഡിയോ ഓഫ് ചെയ്യാൻ. വീഡിയോ സീൻ. കേറി താങ്ക് യു താങ്ക് യു. വായു കേറി. പേടിക്കണ്ടട്ടാ. അതെ സീറ്റ് നമ്പർ ഉണ്ടാ? ഇല്ലല്ലോ. നിങ്ങളെന്തിനു പേടിക്കണ? ധൈര്യമായിട്ട് പോന്നോ. സീറ്റൊക്കെ പറഞ്ഞ ഞാൻ ഫ്ലൈറ്റിൽ കയറി. പറയാളെ തിരിച്ചിറക്കും. തിരിഞ്ഞു തുടങ്ങിട്ടാ ഫ്ലൈറ്റ്. തിരിഞ്ഞു തുടങ്ങി. ഒരു പോക്കുണ്ട്. ജലിയെ എന്താ മിണ്ടാണ്ടിരിക്കണ? ജലിനെ പേടിയൊന്നുമില്ല. എനിക്കും പേടിയില്ല. അയ്യോ ഇതെന്താ ആടണ? അയ്യോ റിവേഴ്സാണ് പോണ. ഗൈസ് റിവേഴ്സാട്ടാ പോണ. നമ്മൾ അങ്ങടെ പോവാ. ഇവിടെ നേരെ അങ്ങോട്ട് പോയി പൊങ്ങും. പേടിക്കാണോ? കണ്ണിന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി പേടിച്ചിട്ട്. ഗൈസ് ഫ്ലൈറ്റ് തിരിച്ചു. നമ്മൾ പോവാണ്, പറക്കാൻ പോവാണ്. എനിക്ക് പേടിയില്ല ഗൈസ്. വണ്ടി തിരിഞ്ഞോണ്ടിരിക്കാണ്. ആണ്ടാ തിരിയുണ്ട്. എന്തൊക്കെയാ സൗണ്ട് കേൾക്കുന്നുണ്ട്. എ സി ആണ്. കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ ഫ്ലൈറ്റ്. കുറച്ച് ആൾക്കാരുള്ളൂ. സേഫ്റ്റിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിത് തുറക്കാം. ഇത് നിവർത്താൻ പറ്റുള്ളൂ. ഇല്ലല്ലേ? നിവർത്താൻ ഇവിടെ ഇല്ല. അത് ഫ്രണ്ടിത്തെ സീറ്റിലാണ്. വെക്കാം. വെള്ളം കുപ്പി തന്നുണ്ട്. കറങ്ങി തുടങ്ങിയിട്ട ഗൈസ്. കാണാമല്ലോ. വേണ്ടോ? ഫ്രണ്ടിലൊന്നും ആരുമില്ല കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മുഖമൊക്കെ പോയി തുടങ്ങി. നല്ല സ്പീഡിലോട്ടോ തിരിയണേ. അയ്യോ
പൊങ്ങിട്ടില്ലേ? പൊങ്ങാണ്ടന്നെ ഇങ്ങനെ എങ്ങടേക്കാ തിരിയുന്നുണ്ട്. ജയ എങ്ങനെയുണ്ട്? പേടിച്ചിട്ടിരിക്കണ ഒരാൾക്ക് ഇവിടെ പൊങ്ങാണ്ട് മുട്ടിട്ടേക്കണ. വീട്ടുകാരുടെ ഇരിക്കും. വണ്ടി ഇപ്പോഴും ഇങ്ങനെയാണ് പോണത്, നേരെ ആയിട്ടില്ലേ. ഭയങ്കര എക്സ്പീരിയൻസാ. അമ്മ ബേക്കില് പൊങ്ങിട്ടാ ചൂടൊക്കെ മോളി, ബബിൾ കട്ടിട്ടും ചൂട് മോളി. ഇങ്ങനെ തന്നെയാണോ? സ്ട്രൈറ്റ് ആയി കഴിച്ച് തോന്നണല്ലേ? ചെരിഞ്ഞിരിക്കണ ഫീല്ലേ? എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് യാത്ര? പേടിച്ചാ സുരേഷ്? എങ്ങനെയുണ്ട്? ഗൈസ് നൈസാണ്, അടിപൊളിയാണ്. കിളിപോയി എന്താ ടിക്കറ്റ് എടുക്കാൻ മറക്കും. ടിക്കറ്റ് എന്തിനാ? ചെവിടെ ചെറിയ സീനുണ്ട്. കപ്പൽ കെട്ടാൻ അധികം അറിയുന്നില്ല. നല്ല മുകളിലായിട്ട് അടിപൊളി. കണ്ണുമേഘങ്ങള് ഫുൾ മേഘട്ട, എന്ത് രസമാണ്. ആഹാ.